പ്രത്യേകിച്ച് ആം ആദ്മിയും കോൺഗ്രസും ബിജെപിക്ക് പ്രതിരോധം തീർക്കുന്ന രാജ്യതലസ്ഥാനത്ത് വോട്ടെടുപ്പ് തുടരുകയാണ്. മൂന്നാം തവണയും വിജയിക്കാം എന്ന ആത്മവിശ്വാസത്തിലാണ് ബിജെപിയുള്ളത്. രാവിലെ തന്നെ പ്രമുഖരടക്കം വോട്ട് രേഖപ്പെടുത്തി. സജു തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സജു, സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള പ്രമുഖർ വോട്ട് ചെയ്യാനെത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും സജു വോട്ട് ചെയ്യാനായി ജൽസി തീർച്ചയായിട്ടും സോണിയാഗാന്ധിയും അതുപോലെ രാഹുൽ ഗാന്ധിയും വോട്ട് ചെയ്യാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിർമ്മാൺ ഭവനിലെ വോട്ടിംഗ് 63-63 നമ്പർ പോളിംഗ് ബൂത്തിലാണ് സോണിയാഗാന്ധിയും അതുപോലെ രാഹുൽ ഗാന്ധിയും എത്തിയിരിക്കുന്നത്. അവർ വോട്ട് ചെയ്തതിനു ശേഷം അല്പസമയത്തിനകം പുറത്തു വരും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ദേശീയ നേതാക്കളൊക്കെ ഇതൊരു ഹൈ പ്രൊഫൈൽ പോളിംഗ് ബൂത്താണ്. ഇവിടെ ഇപ്പോൾ അല്പസമയം മുൻപാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബിജെപിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി അടക്കമുള്ള BL സന്തോഷ് അടക്കമുള്ളവർ ഈ പോളിംഗ് ബൂത്തിലാണ് വോട്ട് ചെയ്യാനായി എത്തുന്നത്. അതുപോലെ തന്നെ മേനകാ ഗാന്ധിയും വരുൺ ഗാന്ധി അടക്കമുള്ള പ്രമുഖരും ഈ പോളിംഗ് ബൂത്തിൽ തന്നെ അല്പസമയത്തിനുള്ളിൽ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹിയിലെ ന്യൂഡൽഹി മണ്ഡലത്തിലെ ഒരു ഹൈ പ്രൊഫൈൽ പോളിംഗ് ബൂത്താണ് ഈ 63 നമ്പർ 2 ബൂത്തുകൾ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ എന്തായാലും പ്രമുഖരായിട്ടുള്ള ഡൽഹിയിലെ മറ്റ് പാർട്ടികളുടെയും പ്രമുഖരായിട്ടുള്ള എല്ലാ നേതാക്കളും ഇവിടെ തന്നെയാണ് വോട്ട് ചെയ്യാനായി എത്തുന്നത്. ഡൽഹിയിലെ 7 മണ്ഡലങ്ങളാണ്. 7 മണ്ഡലങ്ങളിൽ 4 ഇടങ്ങളിൽ ആം ആദ്മി പാർട്ടിയും 3 ഇടങ്ങളിൽ കോൺഗ്രസുമാണ് മത്സരിക്കുന്നത്. എന്തായാലും ഇന്ത്യ സഖ്യം വലിയ രീതിയിലുള്ള വിജയം നേടുമെന്നുള്ള ആത്മവിശ്വാസമാണ് നേതാക്കളൊക്കെയും പങ്കുവെക്കുന്നത്. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും അതിനുശേഷം അദ്ദേഹത്തിന് സുപ്രീം കോടതി നൽകിയ ജാമ്യവും ഒക്കെ വോട്ടർമാരെ സ്വാധീനിക്കും. ജയിലിന് വോട്ടിലൂടെ മറുപടി നൽകുമെന്ന ക്യാമ്പയിൻ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ വിശ്വാസം. അത് ഇന്ത്യ മുന്നണിക്ക് ഡൽഹിയിൽ വളരെ വലിയ രീതിയിൽ ഉപകാരമാകും എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയുടെയും ഒപ്പം ഇന്ത്യ മുന്നണിയുടെയും വിലയിരുത്തൽ. എന്തായാലും കോൺഗ്രസ് 15 വർഷത്തിന് ശേഷം 2024 ഈ തെരഞ്ഞെടുപ്പിലൂടെ ഒരു തിരിച്ചുവരവിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. അത് എത്രമാത്രം ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെയൊക്കെ പ്രവർത്തനങ്ങൾ എത്രമാത്രം ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇനിയിപ്പോൾ ദിവസങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതി. ജൂൺ 4-ാം തീയതി വോട്ടിംഗ് ഫലം വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് വ്യക്തമാകും. എന്തായാലും ഈ പോളിംഗ് ബൂത്തിൽ നിർമ്മാൺ ഭവനിലെ ഈ പോളിംഗ് ബൂത്തിൽ ഇവിടെ എത്തുന്ന വോട്ടർമാർക്ക് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഇവർക്ക് ദാഹജലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ മേഖലയായിട്ട് മാറ്റിയിരിക്കുകയാണ് ഈ ഒരു പോളിംഗ് ബൂത്ത്. പ്രത്യേകിച്ച് ഞാൻ മുൻപ് സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ നേതാക്കൾ, കേന്ദ്രമന്ത്രിമാർ, അതുപോലെ BJPയുടെയും കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും പ്രമുഖ നേതാക്കളൊക്കെയും ഈ മണ്ഡലത്തിലാണ് ഈ ബൂത്തിലാണ് വോട്ട് ചെയ്യാനായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹൈ പ്രൊഫൈൽ പോളിംഗ് ബൂത്താണിത്. ഇവിടെ വലിയ സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അല്പം മുമ്പാണ് സോണിയാഗാന്ധി, മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, മുൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും വോട്ട് ചെയ്യാനായി എത്തിയത്. അവർ ഇപ്പോൾ പോളിംഗ് ബൂത്ത്